ഹലോ, എല്ലാവർക്കും നിത്യാസ്മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനും നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇതും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കൂട്ട്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മൈദയല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ ഇട്ട റെസിപ്പിയിൽ മൈദ യൂസ് ചെയ്തിട്ടായിരുന്നു പ്ലം കേക്ക് തയ്യാറാക്കിയിരുന്നത്. ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ വേർഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ കാരമലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ് കേട്ടോ ഷുഗർ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 1 കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 1/4 കപ്പ് ഷുഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കരിച്ചിട്ടെടുക്കണം. അപ്പോൾ കാരമലൈസ് അല്ല, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്താൽ പോലെ നല്ലതുപോലൊരു ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കരിച്ചിട്ട് എടുക്കണം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കരിഞ്ഞു പോകരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല പോലെ കളർ ചേഞ്ചായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് തന്നെ നമ്മൾ നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ചേർക്കുക. ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും വെള്ളം ചേർക്കുന്ന ഒരു ടൈമിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു, ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് ഒരുപാടായാലും നമുക്ക് അതിൻ്റെ ഒരു കുത്തൽ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാത്ത ജാറ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഹാൻഡ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കിത് ഫുൾ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തേൻ കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇത്രയും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നമുക്ക് നിറച്ച് വേണ്ട കേട്ടോ. 1/2 കപ്പ് ഫുള്ളായിട്ട് ചേർക്കേണ്ട, കുറച്ച് മതി. അരയിൽ നിന്ന് കുറച്ച് കുറഞ്ഞ് നിന്നാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ബട്ടർ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ പ്രപ്പോർഷനിൽ ബട്ടറും ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ഒരു കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. 240 ml കപ്പിലാണ് കേട്ടോ ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നന്നായിട്ടൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ആവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനുള്ള നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അല്ല, കുറച്ച് കൂടുതൽ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് കറുത്ത മുന്തിരി റൈസിൻസ് എടുത്തിട്ടുണ്ട്. കാഷ്നട്ടും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഡേറ്റ്സ് ചേർക്കാം, അതുപോലെ തന്നെ ചെറി ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സ് 2, കാഷ്നട്ടും ബദാമും ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഡേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് കിട്ടും, ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 4 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ്, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ സെസ്റ്റ് ചേർക്കുന്നത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാമുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയാണെന്നൊന്നും പറയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ യൂസ് ചെയ്തിട്ടും ഈ ഒരു സെയിം കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സെയിം രീതി തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഈസിയാണ് തയ്യാറാക്കാൻ. എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ദാ നമ്മളുടെ ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് കേക്കിനെ പോലെയല്ല, പ്ലം കേക്കിൻ്റെ ബാറ്റർ നമുക്ക് നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ, എങ്കിൽ മാത്രമേ അത് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പോയിട്ട് സെറ്റിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്നല്ല, അല്ലാതെ 2 ടീസ്പൂൺ കൂടി, 1 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളുടെ ബാറ്റർ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ കൂടുതൽ ചേർത്താൽ ബാറ്റർ പെട്ടെന്ന് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 4 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, കണ്ടോ, വീഴുന്ന കാണുമ്പോഴേ അറിയാം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കേക്കൊക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്കൊരു 1/4 ഭാഗമാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നിറച്ചൊരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് കൂടി വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ഓവൻ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെക്കുക. ഞാനിവിടെ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഇതുപോലൊരു പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 60 മിനിറ്റ്സോളമൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് ബേക്കായി കിട്ടാൻ. ഇതാ കണ്ടോ, നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 55 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി കിട്ടാൻ. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 5-10 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. എനിക്കിവിടെ ടോട്ടൽ ഒരു 55 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ബേക്കായി കിട്ടാൻ. കേട്ടോ, നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡായി കിട്ടും. പിന്നെ ഈ കേക്ക് നമ്മൾ ചെയ്ത് അന്ന് തന്നെ എടുക്കുന്നതിനെക്കാട്ടിലും പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്, കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് അന്ന് തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്ക് ആക്കുക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബ്രൗൺ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടി കാണിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കണ്ടോ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല ഈവനായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഇതാ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് നമ്മളുടെ കേക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.